അപ്പോൾ ഇത് കുറച്ച് മുരിങ്ങയില ഇട്ടിപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാനേ. അപ്പോൾ 2 പിടി മുരിങ്ങയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്നതിന് ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്കര വലിപ്പത്തിലുള്ള പുളിയും കൂടി, നമുക്ക് ചമ്മന്തിയിൽ ചെറിയ പുളി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചു വയ്ക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് ചമ്മന്തി സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നാളികേരം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വറക്കുമ്പോൾ അതിലിട്ടിട്ട് വറുത്തിട്ട് പൊടിച്ചും വെക്കാം കേട്ടോ. അതിനേക്കാൾ സേഫ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെല്ലാം വഴറ്റിയിട്ട് കുറച്ച് നാളികേരം കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം വറുത്തെടുത്തിട്ട് പൊടിക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. മൂത്തൊന്ന് വന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൊക്കെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം മൂപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുക. നാളികേരം ഇടുന്നവർക്കാണെങ്കിൽ മുരിങ്ങ ഇടുന്നതിന് മുൻപേ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരം നല്ലോണം വാഷ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു, കുറച്ചധികം നേരം വെച്ചിരുന്നു കേട്ടോ. ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ മതി, വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പോയി കിട്ടേ. ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം വാടിക്കിട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ല കട്ടയൊന്നും പിടിക്കാണ്ട് എല്ലാം ഇലകളൊക്കെ ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ചൂടാറുണ്ടെങ്കിൽ അതിന് ശേഷം പൊടിച്ചെടുക്കുക. നമുക്ക് ഫ്രഷായിട്ട് മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ഉള്ളി, ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കണേ. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിന് ചൂടാറട്ടെ കേട്ടോ. മുരിങ്ങയില ചമ്മന്തി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പരിപ്പൊന്നും അങ്ങനെ പൊടിഞ്ഞു പോയിട്ട് നമുക്ക് കടിക്കാൻ അങ്ങനത്തെ ഇത് കിട്ടണം, ആ തരത്തിൽ പൊടിച്ചിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി മുളക് ഇട്ട് കൊടുക്കാം. 1 പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മുരിങ്ങയില പൊടിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഒന്ന് കറക്കി എടുത്തിട്ട് ഫ്രഷായ മുരിങ്ങയില ചമ്മന്തി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ മുരിങ്ങയില കൊണ്ട് 2 തരത്തിലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുരിങ്ങയിലയിൽ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ധാരാളം കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഇത് ശരിക്കും നല്ല കുത്തിരിച്ചോറിൻ്റെ കൂടിയാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ബസ്മതി റൈസ് വേവിച്ചിരുന്നേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുഴച്ച് കഴിക്കുക. ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടാം. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ കുഴച്ച് കഴിക്കണം കേട്ടോ. വായന്ന് വെള്ളം വരാനിട്ടതായ ഒരു പുളിയുടെ ടേസ്റ്റും വളരെ ടേസ്റ്റും കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ആ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പൊക്കെ മുരിങ്ങയിലേക്ക് കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നാളികേരം ചേർത്തിട്ടുള്ള ചമ്മന്തി കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടോ. ഇത് കുറച്ചും കൂടി വേറൊരു ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ നാളികേരത്തിൻ്റെ ടേസ്റ്റും കൂടെ കയറി വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എനിക്ക് നാളികേരം ചേർക്കാത്ത ചമ്മന്തിയാണ് കേട്ടോ ഇഷ്ടം. ഭയങ്കര അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത്
ആ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.